മരിച്ചിട്ട് 25 വർഷങ്ങൾക്ക് ശേഷവും അഴുകാത്ത നാവുമായി നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ബ്രദർ OJ വിക്ടർ. ക്രിമിനൽ ലോയറായിരുന്നു. പക്ക സെക്യുലർ ലൈഫ് നയിച്ചൊരു വ്യക്തി. മദ്യപാനം, മറ്റു ദുശീലങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. മഞ്ഞുമൽ ധ്യാന കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുന്നത്. ഗ്രോട്ടോയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദൈവാനുഭവം കിട്ടി. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 10 വർഷങ്ങൾ മുഴുവനും ഹോളി സ്പിരിറ്റിൻ്റെ ഒരു ഗൈഡൻസിലായിരുന്നു. ആത്മാവ് ശക്തമായ ഒരു കൃപ കൊടുത്തു. വചനാഭിഷേകം, ഗിഫ്റ്റ് ഓഫ് ഡെലിവറൻസ്, അങ്ങനെ വരങ്ങൾ. ദൈവം തൊട്ടതിന് ശേഷം ആദ്യം തന്നെ ബ്രദർ വിക്ടർ ചെയ്തൊരു കാര്യമുണ്ട്. നീണ്ട 1.5 വർഷം 18 മാസങ്ങൾ കണ്ടിന്യൂസ് പ്രയറായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അകത്ത് മുറിയിൽ ഒരു ബൈബിളും പിടിച്ച് ബൈബിൾ വായിക്കും, വചനം വായിക്കും, ധ്യാനിക്കും, പ്രാർത്ഥിക്കും. 18 മാസങ്ങൾ നീണ്ട പ്രാർത്ഥന. അതിനുശേഷം ഇദ്ദേഹം വീടിൻ്റെ പുറത്തിറങ്ങുന്നത് പുതിയൊരു വിക്ടറായിട്ടാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായിട്ടുള്ള അഭിഷേകത്തോടുകൂടെ. എന്തുമാത്രം കൃപകളാണ് ഈ മനുഷ്യനിൽ നിന്ന് ഒഴുകിയിരിക്കുന്നത് അറിയാമോ? ഒരുപാട് പേരോട് വചനം പറഞ്ഞിട്ടുണ്ട്, മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കടന്നുപോയ ധന്യമായ ജീവിതം. വചനം പറഞ്ഞ ഈ നാവ് ഇപ്പോഴും അഴുകിയിട്ടില്ല. ഇന്നത്തെ സുവിശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈശോ പറയുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ വസിക്കുവിൻ. ഉന്നതത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തി ലഭിക്കാനായിട്ട് നമ്മൾക്ക് ചില പ്രാർത്ഥനാ മുറികളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്, ധരിക്കുന്നത് വരെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.